ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമുക്ക് ഒരു കോഴിമുട്ട കൊണ്ട് നല്ലൊരു കട്ട്ലറ്റ് ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ, അധികം ചേരുവകളില്ല, മസാല വഴറ്റണ്ട, ചായ തിളക്കുന്ന നേരം പോലും വേണ്ട ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റാണ്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ, നല്ല ചൂടുണ്ട് ഇപ്പോൾ. അപ്പോൾ എന്തായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്നാൽ ശരി, നമുക്ക് വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു സവാളയുടെ പകുതി, ഈ സവാളയുടെ പകുതിയാണ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. നമുക്ക് ഇത്രയും മതി, കാരണം ഞാൻ ഇപ്പോൾ ഒരു മുട്ട കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടാണ് നിങ്ങൾക്ക് അളവ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതിനെ നമുക്ക് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അധികം മസാലകളൊന്നും വേണ്ട, വയറ്റും വേണ്ട. ഇനി ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂൺ പെരി പെരി മസാല, ഇത് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ മുളക് പൊടിയും കുരുമുളകും എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതുണ്ടെങ്കിൽ ഇതെടുത്താലും മതി. അങ്ങനെ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. വേറെ മസാലകളൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഇതിന് നല്ല എരിവൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക്, പച്ചമുളക് എന്നിവയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഞാൻ കാണിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് 1 കോഴിമുട്ട പുഴുങ്ങിയെടുത്തത്. അപ്പോൾ ഇതെൻ്റെ കയ്യിൽ നിന്ന് മുളകായതാണ്. ഇനി നമുക്ക് ഇതുപോലത്തെ ഉള്ളതുകൊണ്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഒരുപോലെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ എളുപ്പമാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്കൊരു കത്തി വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ആദ്യമായിട്ടാണ് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ റെസിപ്പിയൊക്കെ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇങ്ങനെ നമുക്ക് 1 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ ഒന്ന് ചിരണ്ടിയെടുക്കാം. ഇങ്ങനെ ഫുള്ളായിട്ട് മുഴുവനായിട്ട് തന്നെ ചിരണ്ടിയെടുക്കാം കേട്ടോ. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, അത്രയും മതി. അത് നമുക്ക് ഈ മുട്ടയൊക്കെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് മൈദ ചേർത്തിട്ടുള്ളത്. ഇനി ഒട്ടും തന്നെ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ മുട്ടയുടെ മഞ്ഞക്കുരൊക്കെ ഉണ്ടെങ്കിൽ നല്ല വെണ്ണം ഒന്ന് മിക്സായി കിട്ടും. 1 സ്പൂണ് മൈദ കൂടി ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് കൈ വച്ചിട്ട് മിക്സാക്കി കൊടുക്കുക. സ്പൂൺ വെച്ചിട്ട് മിക്സാക്കണ്ട. എന്നിട്ട് നമുക്ക് ഇതൊരു ഷേപ്പാക്കി മാറ്റണം. ഇഷ്ടമുള്ള ഷേപ്പാക്കി നിങ്ങൾ എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ കട്ട്ലറ്റിൻ്റെ ഒക്കെ ഷേപ്പില്ലേ, അതുപോലെയാണ് ആക്കുന്നത്. ഇതേപോലെ അപ്പോൾ എനിക്ക് 5 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം എടുക്കുക. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ തന്നെ മൈദ ചേർക്കുക. ഇച്ചിരി വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു ബാറ്റർ പോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ചും കൂടി വെള്ളം, അധികം ലൂസാവണ്ട, എന്നാൽ അധികം കട്ടിയാവാതെ നമുക്ക് ദോശമാവൊക്കെ ഉണ്ടാകുന്നില്ല, അതേപോലെ ആക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ബ്രെഡ് ക്രംസ് ആവശ്യമുണ്ട്. ഇത് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഉണ്ടാകുന്നില്ല, അത് ഞാൻ ബാക്കി വരുന്ന ബ്രെഡിൻ്റെയൊക്കെ അങ്ങനെ ചെയ്തെടുത്തതാണ്. ഇത് ഇച്ചിരി കോൺഫ്ലോറും കൂടി ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ എത്ര കാലം വേണമെങ്കിലും അങ്ങനെ തന്നെ ഇരുന്നോളും. അങ്ങനത്തെ ഒരു ബ്രെഡ് ക്രംസാണ് ഇത്. നിങ്ങളുടെ കയ്യിലിപ്പോൾ ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ ഒരു ബ്രെഡ് എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് ഈ മൈദാക്കൂട്ടിൽ ഒന്ന് മുക്കിയെടുക്കുക. പൊടിഞ്ഞ് പോകാതെ പതുക്കെ വേണം, ഇങ്ങനെ സൂക്ഷിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുത്തിട്ട് 2 സൈഡിലും മറ്റേ കൈ കൊണ്ട് ഒന്ന് ആക്കി കൊടുക്കുക. ഈ കൈ കൊണ്ട് ആക്കി കൊടുത്താൽ ഇത് ഒട്ടിപ്പിടിക്കും, അതിൻ്റെ പേരിലാണ്. ഇല്ല, കൈ കഴുകിയിട്ട് വന്നിട്ട് ചെയ്താലും മതി. ഇതൊരെണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കിട്ടും. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചെയ്തെടുത്താൽ മതി. കൂടുതൽ കാണിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കാൻ വെക്കാം. ചൂടായതിന് ശേഷം തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. തീ ഒരിക്കലും കൂട്ടി കൊടുക്കരുത്, അപ്പോൾ ബ്രെഡ് ക്രംസ് കരിഞ്ഞു പോവും. ഞാൻ 4 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാവും, അധികം ടൈമൊന്നും പിടിക്കില്ല. ചായ ഉണ്ടാക്കുന്ന സമയത്ത് കൊണ്ട് നമുക്ക് മുട്ട പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കുന്ന ഒരു സ്നാക്കാണ്. നല്ല ടേസ്റ്റാണ്. തീർച്ചയായും നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് തന്നെ അറിയണം ഇതിൻ്റെ ടേസ്റ്റ്. ഓയിൽ കിടക്കുമ്പോൾ തന്നെ ഇതൊന്ന് പൊങ്ങി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. സൈഡും ഒന്ന് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം. ഉരുളക്കിഴങ്ങൊന്നും ഇല്ലാതെയാണ് ഞാനിപ്പോൾ നല്ലൊരു എഗ്ഗ് കട്ട്ലറ്റ് റെഡിയാക്കിയിട്ടുള്ളത്. തീർച്ചയായും നിങ്ങൾ എന്തായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് തരാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഞാനിത് എടുത്തിട്ട് കാണിച്ചു തരാം. ആ സൈഡ് ഒന്നും കൂടി മുരിഞ്ഞോട്ടെ. നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്.